ലീക്കേജൊക്കെ ആയിരുന്നു, ഭയങ്കര വേദനയൊക്കെ ഉണ്ട്, നല്ല പെയിനാണ്. അപ്പം സർജനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. MBRലേക്ക് തന്നെ പോകാനാണ് സർജൻ പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഓൾറെഡി ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ സ്കൈയിൽ വന്നിട്ട് തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ ഈ നെയ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീട്ടിലേക്ക് ജസ്റ്റ് പോയിട്ട് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ MBRലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇരിട്ടി സ്കൈയിൽ കാണിച്ചപ്പം പിന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് MBRൽ തന്നെ പോകുന്നതായി നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇനി ഒന്നും കൂടി അനസ്തേഷ്യയൊക്കെ തന്നിട്ട് ഒന്നും കൂടി ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം ഒരു സ്യൂച്ചർ ചെയ്തിട്ട് വിട്ടായിരുന്നു. അപ്പം അങ്ങനെ പറ്റില്ല. അപ്പം ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല പെയിനാണ്, നല്ല വൊമിറ്റിങ്ങും ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. ഇത്ര സമയം ഞാൻ കാറിൽ കിടക്കായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിലിരുന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഫ്രണ്ടിൽ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുവാണ്. ഞങ്ങൾ MBR എത്താനായി. ഏകദേശം പിന്നെ കുറച്ചും കൂടി ലേറ്റ് ആവുമായിരിക്കും, എന്നാലും ഒരു 10-30 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം ഞങ്ങൾ എത്താനായിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓൾറെഡി ഞങ്ങൾ MBRൽ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ അങ്ങ് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഭയങ്കര പെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ചേട്ടാ എന്നെ കയ്യിലൊക്കെ പിടിച്ചിറക്കി. പിന്നെ ഓൾറെഡി വീൽ ചെയറിലൊക്കെ ഞങ്ങൾ കാഷ്വാലിറ്റിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പിന്നെ സർജൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തീരെ ഒരു പറ്റുന്നില്ലായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഓൾറെഡി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നൊരു സംഭവമാണ്. പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് ഞാനും ആശക്കോട്ടനും പ്രവീണും എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ MBRൽ എത്തിയപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്കൈയിൽ നിന്ന് വന്നിട്ട് ആ പോയ ഉഷാറൊന്നും പിന്നെ എനിക്കില്ലായിരുന്നു. കാരണം കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. ഓൾറെഡി പിന്നെ ബ്രസ്റ്റിൽ സ്റ്റിച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഉള്ളിൽ ബ്ലഡ് കട്ടി കിടക്കുന്നതുകൊണ്ടാണെന്നാണ് MBRൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഞാൻ ഇട്ട ഡ്രസ്സൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് തോർത്തൊക്കെ വെച്ച് ആ 2 തോർത്തൊക്കെ എല്ലാം കുതിർന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് ക്ഷീണമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം, പോകുന്ന വഴിക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. പിന്നെ ജ്യൂസ് ഒന്ന് കുടിച്ചു, അന്നേരം തന്നെ വൊമിറ്റ് ചെയ്തു. പിന്നെ ലൈം കുടിച്ചു, പിന്നെ വൊമിറ്റ് ചെയ്തു. വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ തോന്നില്ലായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ MBRൽ എത്തി കഴിഞ്ഞിട്ടും ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് പിന്നെ വീൽ ചെയറിൽ ഓൾറെഡി കാഷ്വാലിറ്റി തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ പോകുമ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ദിലീപ് സാർ രാത്രി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കാഷ്വാലിറ്റി വേറെ ഡോക്ടേഴ്സ് ഉണ്ടാകും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഒരു സാഹചര്യം ഇതായതുകൊണ്ട് ഓൾറെഡി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കാഷ്വാലിറ്റി കയറിയിട്ടുണ്ട്. കയറി പാടെ എനിക്ക് ഛർദിയാന്ന് പറഞ്ഞുകൊണ്ട് അവർ വൊമിറ്റിങ്ങിൻ്റെ ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നൊക്കെ പോകാനുള്ള മരുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ വന്നു. പിന്നെ സർജൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം സ്റ്റിച്ച് ഓൾറെഡി പിന്നെ അതിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആയതുകൊണ്ട് സ്റ്റിച്ചിൽ കൂടെ ചെറുതായിട്ടൊരു സ്റ്റിച്ച് കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം അവർ ഞെക്കിയൊക്കെ കളഞ്ഞു. കുറേ ബ്ലഡൊക്കെ, ഒത്തിരി ബ്ലഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി സ്റ്റിച്ച് അവർ കട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാം തുടച്ച് ഉള്ളിൽ നിന്ന് അതത്ര ബ്ലഡ് കെട്ടി. അതൊരു പുതിയതായിട്ടുള്ളതല്ല, നമ്മൾ സർജറി കഴിഞ്ഞ് ആ ടൈമിൽ തന്നെ ബ്ലഡ് ക്ലോട്ട് ആയതാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് മുഴുവൻ അവർ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പെയിനായിരുന്നു. അതൊന്നും നമ്മൾ ഓൾറെഡി അങ്ങനെ എന്നാ പറയുക, നമുക്ക് അനസ്തേഷ്യ തന്നിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പം നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ അവർ സ്യൂച്ചർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ പുറത്ത് വന്നു. പിന്നെ അന്ന് രാവിലെ തന്നെ ദിലീപ് സാറിനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ തങ്ങി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പിന്നെ MBRന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ലോഡ്ജൊക്കെ. അപ്പോൾ റൂമൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ തങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ പിന്നെ ശ്രീധരൻ ഡോക്ടറെയും കൂടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധരൻ ഡോക്ടറെ കണ്ടു. പിന്നെ ദിലീപ് സാറിനെ കണ്ടു. ദിലീപ് സാറിന് അന്ന് OT ആയിരുന്നു. അപ്പം ഞങ്ങൾ OT പോയിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വിട്ടിട്ടുണ്ട്, വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക്
ഓൾറെഡി റേഡിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റേഡിയേഷന് വേണ്ടിയിട്ടുള്ള റേഡിയേഷന്റെ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റേഡിയേഷൻ ഓൾറെഡി 10-ാം തീയതിയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ 3-ാം തീയതി നമ്മൾ ചെന്ന ശേഷം അവിടുന്ന് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സ്കാനിങ് ഒക്കെ ഉണ്ടാവും. അവരെ റേഡിയേഷൻ കൂടുതലായിട്ട് നമ്മൾ എവിടെയാണ് കൂടുതൽ റേഡിയേഷൻ ഒക്കെ വേണ്ട സ്ഥലങ്ങളൊക്കെ അവർ നോക്കിയിട്ട് മാർക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് 3-ാം തീയതിയാണ് നമ്മൾ ചെല്ലേണ്ടത്. ഇനിയിപ്പോൾ അവിടെ ഒരു മാസം റേഡിയേഷൻ ഉണ്ടാവുമായിരിക്കും ഏകദേശം. അപ്പം ആ ഒരു മാസത്തേക്ക് തങ്ങണ്ടേയും കൂടി ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനുള്ള ഒരു സംവിധാനമൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു. അതിപ്പം മോൻ വന്നിട്ടുണ്ടായിരുന്നു. ആഷിക്കുട്ടൻ ഇവിടെ ഇല്ലായിരുന്നു, അവൻ മാംഗ്ലൂരായിരുന്നു. പിന്നെ അവൻ രാവിലെ തന്നെ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒത്തിരി അവൻ കുറച്ചൊക്കെ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നമുക്ക് താമസിക്കാനുള്ളതൊക്കെ. പക്ഷെ അങ്ങനൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു വരാം, നമുക്ക് 3-ാം തീയതി പോയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. വീട്ടിലെത്തി വീട്ടിലെത്തുന്നിടം വരെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാലും കുറച്ച് ജ്യൂസും കാര്യങ്ങളും ഒക്കെ കുടിച്ച് ഞങ്ങൾ ഒരു തരത്തിൽ വീട്ടിലെത്തി. പിന്നെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പൊന്നു വീട്ടിലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെതായ ഇഷ്ടം ഇച്ചിരി പച്ചക്കറിയൊക്കെയാണ്, അതൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ചോറൊക്കെ കഴിച്ചു രാത്രി. പിന്നെ കിടന്നുറങ്ങി. രാത്രി മുഴുവൻ നല്ല പെയിനും ഉണ്ടായിരുന്നു. എങ്കിലും നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് ഇത്രയും ടേസ്റ്റ് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാലക്കത്തോരനൊക്കെ കൂട്ടാനാണ് തോന്നിയത്. അതുകൊണ്ടൊക്കെ ഇതൊക്കെ കൂട്ടിയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് രാവിലത്തെ ടാബ്ലറ്റും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. ഇനിയിപ്പം 3-ാം തീയതിയാണല്ലോ പോകേണ്ടത്. ഇനിയിപ്പോൾ കൂടുതൽ പെയിനോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ട്. രാത്രിയെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അതൊക്കെ കുറയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. കാരണം നമ്മുടെ ഒരു ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ കീറി മുറിച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ആദ്യം നമ്മൾ അനസ്തേഷ്യൊക്കെ കൊടുത്ത് ചെയ്യുന്ന പോലെ അല്ല. രണ്ടാമത് നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ട് വരുന്നിടത്ത് പിന്നെ അതിനകത്തൊക്കെ ഒരു പിന്നെ സൂചിടുകയോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഒന്ന് ഞെക്കിയെടുത്ത് ആ ക്ലോട്ടായ ബ്ലഡ് കളയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ അതൊന്നും കുഴപ്പമില്ല. അതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണല്ലോ. ഒക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് കടന്നു പോകും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം, ഞാൻ MVRൽ ചെന്നിട്ട് ഒത്തിരി ആൾക്കാർ എനിക്ക് 2-3 ദിവസമായിട്ട് എല്ലാവരും വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. കമന്റ് ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓൾറെഡി കുറച്ച് ക്ഷീണം ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ MVRൽ ചെന്നിട്ട് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷമായിപ്പോയി. എല്ലാവരും ഹർഷ, ജിതീഷ് എല്ലാം ചോദിച്ച് ഓടി വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിപ്പോയി. ഒത്തിരി ആൾക്കാർ ഞങ്ങൾ ശരിക്കും പിന്നെ ലോഡ്ജിൽ തന്നെയാണ് റൂം എടുത്തപ്പോൾ തന്നെ ഒരു ഉമ്മ ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും തന്നെ. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായിപ്പോയി. എല്ലാവരും നമ്മൾ തിരിച്ചറിയുന്നു. കാരണം അവരുടെ വിഷമങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളുമായിട്ട് ഒരു സംസാരം, അല്ലെങ്കിൽ ഞാനിപ്പം പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് അവർക്കൊക്കെ സന്തോഷമൊക്കെയാണല്ലോ. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോയൊരു ടൈമിൽ ശരിക്കും എനിക്ക് ഒരു ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തൊന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു. ഒരു നൈറ്റിയൊക്കെ ഇട്ടാണ് ഞാൻ പോയത്. അന്നേരം തന്നെ എന്നോട് ചോദിച്ചു, ഭയങ്കര ഉഷാറായിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ, എന്താ ഇച്ചിരി ക്ഷീണമൊക്കെ പിടിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല. അത് 1-2 ദിവസം നമുക്ക് വരുന്ന ക്ഷീണത്തിന്റെ ഒരു ടൈമിൽ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കവറാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉഷാറാണ്. ഒത്തിരി പേരെന്നെ വിളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരൊക്കെ എന്നെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പിന്നെ ഷോർട്സ് ഇട്ടായിരുന്നു. ആ ഷോർട്സ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് എന്ത് പറ്റി, കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ആ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ടൈമിൽ നമ്മൾ കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഇന്ന് ഹാപ്പിയാണ്. ഞാൻ ഇന്ന് നോക്കിക്കോ, ഇന്നിപ്പോൾ ഇത് ജ്യൂസൊക്കെ കുടിച്ച് ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി 2 ദിവസമായിട്ട് എന്നാ പറയുക, ഒന്നുകിൽ കാറിൽ അല്ലെ ഹോസ്പിറ്റലിൽ അല്ലെ കട്ടിലേലോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകും എന്നുള്ള ധാരണയിൽ ഞാൻ ഇരിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുക. കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ.